Yes. നമസ്കാരം. Oh, fine. വണ്ടി മുന്നോട്ട് ഓൺലൈൻ മീഡിയാസാണ്. സോ ഐ അപ്രീഷിയേറ്റ്. തൂഫാൻ നമുക്ക് എല്ലാവരെയും ചേർത്തിട്ട്, ഞാൻ പോലീസോ ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങളോ പോരാ, നമുക്കെല്ലാവരെയും. നിങ്ങളൊക്കെ വ്ളോഗേഴ്സ് ആണോ അതോ മീഡിയ പ്രവർത്തകരാണോ? ഓൺലൈൻ മീഡിയാസാണ്. സോ ഐ അപ്രീഷിയേറ്റ് ഈ ചോദ്യം പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചതിന്. നിങ്ങൾ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒക്കെ സപ്പോർട്ട് വേണം. ഒരു MLA എന്ന നിലയിൽ ഞാനൊരു വളണ്ടിയർ പോലെ നമുക്ക് ഗ്രൗണ്ടിലുണ്ടാവും. നമുക്ക് ഈ മയക്കുമരുന്ന് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പുതിയ തലമുറയെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഓപ്പറേഷൻ തൂഫാന് ഗവൺമെൻറ്റിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. ഓക്കെ, സർജിക്കൽ സ്ട്രൈക്കാണ്. നമ്മൾ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം കേട്ടോ. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. പിന്നെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഓൺലൈൻ മീഡിയാസിനോട് പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി നിങ്ങൾ സോഷ്യലി നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ എഫേർട്ടിനെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഓക്കെ, ഫൈൻ. ഓപ്പറേഷൻ തൂഫാൻ നാദാപുരം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കേണ്ട വലിയൊരു ക്യാമ്പയിനാണ്. കേരളം അത് കാണുകയാണ്. അപ്പോൾ നാദാപുരം കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മെറിൻ ജോസഫ് IPS ആണ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഗൗരവകരമായിട്ടുള്ള ഇടപെടൽ അത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒക്കെ നടത്താൻ വേണ്ടി പോവുകയാണ്. ജനങ്ങളിത് ഏറ്റെടുക്കണം. കാരണം നമ്മളുടെ നാടിൻ്റെ നാളത്തെ തലമുറയും ഇന്നിൻ്റെ ഭാവിയും എല്ലാം നശിപ്പിക്കുകയാണ് ഈ ലഹരി സംഘങ്ങൾ. അവരെ അമർച്ച ചെയ്യാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. ഓപ്പറേഷൻ തൂഫാൻ കാലഘട്ടം ആവശ്യപ്പെടുന്നൊരു ക്യാമ്പയിനാണ്. എല്ലാവരും അതിൻ്റെ ഭാഗമാവണം. നാദാപുരം അതിൻ്റെ വലിയ പങ്കാളിത്തം നാദാപുരം വഹിക്കും. കഴിഞ്ഞ 10 വർഷം ഇതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ പോലത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു 10 വർഷക്കാലത്തെ ഇങ്ങനെ നോക്കി മൗനിഭാവങ്ങളായി നോക്കി നിന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം കേരളം കാണുകയാണ്. എവിടെയും മുക്കിലും മൂലയിലും ലഹരി മാഫിയകളും സംഘങ്ങളാണ്. ഇവരെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ തൂഫാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവരും ഇന്ന് ഇതൊക്കെ ചെയ്യുന്നതിന് കാണുമ്പോൾ അവർക്ക് കൂടി ഞങ്ങളുടെയൊക്കെ കാരണമാണ് ഇത് ഇങ്ങനെ ഇത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയതെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ 10 വർഷത്തെ കെട്ടകാലത്തെ കൂടി തിരിച്ചു പിടിക്കുന്നതായിരിക്കും. 15-ാം തീയതി ഏറ്റവും എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം വാക്കുകൾക്കപ്പുറത്ത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സാധാ ടെക്സ്റ്റൈൽസ് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക്, ഇനി സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ അവരുൾപ്പെടെ എല്ലാവരും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ തൻ്റെ ലഭിക്കുന്ന ശമ്പളത്തിലെ തൻ്റെ വേതനത്തിൻ്റെ വലിയൊരു ഭാഗം യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു ലാഭം ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം, സൗജന്യ യാത്ര അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്നേഹസമ്മാനമാവും. ഇതൊക്കെയാണ് സ്ത്രീ ശാക്തീകരണം. ഇത് ഗംഭീരമായിട്ട് കേരളത്തിൽ നടപ്പിലാവും. ഇത് ഈ ഓർഡിനറി ബസ്സിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടോ? അല്ലെങ്കിൽ അല്ല, ഓർഡിനറി ബസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഓർഡിനറി ബസ്സിനെ ആശ്രയിക്കുന്ന ആളുകളാണ് സാധാരണ പാവപ്പെട്ട സ്ത്രീകളെല്ലാം. അത് അവർക്ക് ഗുണകരവും. മറ്റതിൻ്റെ വിശദാംശങ്ങൾ ഗവൺമെൻറ് എന്താണോ പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. റോഡിൻ്റെ പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17 വർക്ക് അതിൻ്റെ സ്ലാബിടൽ പ്രവൃത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. ബാക്കിയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം നടക്കും. ഈ ഒരു മഴക്കാലം കഴിയുന്നതിന് മുൻപായി കൊണ്ടോട്ടിയിലെ റോഡിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം പൂർണ്ണമായിട്ടുണ്ടാവും. മാത്രമല്ല, എയർപോർട്ട് റോഡിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഇനി വരാനിരിക്കുന്ന ബഡ്ജറ്റിന് ശേഷം കൊണ്ടോട്ടിയിലെ ബ്ലോക്കിനെ പൂർണ്ണമായും മാറ്റുന്ന വിധത്തിലുള്ള വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അത്ര പവർഫുള്ളാണോ ഞങ്ങൾ? ഈടിനൊക്കെ ഇത് ചെയ്യാൻ? അതൊക്കെ ഒരു രാഷ്ട്രീയമായ ആരോപണം.